പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് നമ്മുടെ ഭാരതം അക്ഷരാർത്ഥത്തിൽ വികസനത്തിന്റെ പാതയിലാണ്. അങ്ങനെ രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു ഭരണകൂടമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു വസ്തുത. പക്ഷേ ഈ ഭാരതം വികസിക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ ജനതയുടെ അവസ്ഥ എന്താണ്? ഈ ഭാരതത്തിന്റെ അടിസ്ഥാന ജനവിഭാഗമായിട്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് കൂടി നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഹിന്ദു സമൂഹം എന്ന് പറയുമ്പോൾ നാം മലയാളികളായിട്ടുള്ള കേരളീയർ, മലയാളികൾ കേരളത്തെക്കുറിച്ച് കൂടി വിശകലനം ചെയ്യണം. അങ്ങനെ ജനസംഖ്യാ വിസ്ഫോടനം നടക്കുന്ന സമയത്ത് അങ്ങനെ ക്രമാനുഗതമായിട്ട് ചില പ്രത്യേക മതവിഭാഗം മാത്രം അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് എന്ന് പറഞ്ഞ ഒരു നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയിരുന്ന ഒരു വാഗ്ദാനം, ആ വാഗ്ദാനത്തെക്കുറിച്ച് വീണ്ടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത സർക്കാരിനോടുള്ള പ്രതിഷേധമോ മറിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നയത്തോടുള്ള വിയോജിപ്പോ അല്ല, മറിച്ച് ഈ നാടിന്റെ ജനതയുടെ ആ സന്തുലിതാവസ്ഥ, ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഒരുപോലെ ജീവിച്ച് മുന്നോട്ട് ഉണ്ടാവേണ്ട ആ സാഹചര്യം, അത് ഇന്നത്തേതുപോലെ തന്നെ നാളെയും തുടരണമെങ്കിൽ, നാളെകളിലും ഇതുപോലുള്ള സൗഹാർദ്ദത നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സന്തുലിതാവസ്ഥ ഇതുപോലെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ജനസംഖ്യാ വിസ്ഫോടനമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടും ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നേരത്തെ പ്രതിപാദിച്ചിരുന്ന ആ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് ആ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തുണ്ടാകാൻ സാധ്യതയുള്ള ആ വലിയ വിപത്ത് അത് കാലേ കൂട്ടി കണ്ടുകൊണ്ട് അത് തിരുത്തുവാൻ വേണ്ടിയിട്ട് നാം തയ്യാറാകണം. അത് തിരുത്തുവാൻ തയ്യാറായില്ല എങ്കിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ആ വിപത്തെന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്തിൽ, ആ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ഇവിടുത്തെ സാധാരണ ജനവിഭാഗത്തിന്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്കാണ് കേരളം ചെന്നെത്താൻ പോകുന്നത് എന്നുള്ള അപകടകരമായിട്ടുള്ള അവസ്ഥ, താലിബാന് തുല്യമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന കേരളത്തെ ആ അവസ്ഥയിൽ നിന്ന് തടുത്തു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് ഈ ജനസംഖ്യാ നിയന്ത്രണ ബില്ലാണ്. അത് അടിയന്തരമായിട്ട് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അധികൃതർ തയ്യാറാവുകയാണ് വേണ്ടത്. നന്ദി, നമസ്തേ.